അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തിന് ഏറെക്കാലമായി മുൻഗണന നൽകുന്ന രാജ്യമായി കണക്കാക്കപ്പെടുന്ന കാനഡ ഒരു ദശാബ്ദത്തിനിടെ ഏറ്റവും കർശനമായ വിസ നിയമങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് ആഗോള വിദ്യാർത്ഥികളുടെ രാജ്യത്തേക്കുള്ള വരവിനെ വലിയ രീതിയിൽ ബാധിച്ചു. നിലവിലെ കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഏകദേശം 80% വിസ അപേക്ഷകളും നിരസിച്ചു. കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ 40% ഇന്ത്യക്കാരാണ്. കാനഡ സർക്കാരിന്റെ കണക്കനുസരിച്ച് 2024 1.88 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചിരുന്നു. ഇത് 2 വർഷം മുൻപുള്ളതിനേക്കാൾ ഇരട്ടിയിൽ അധികമായിരുന്നു. രാജ്യം തിരിച്ചുള്ള കണക്കുകൾ ഒട്ടാവ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ഈ ഉയർന്ന നിരക്ക് ഏഷ്യ, ആഫ്രിക്ക, മറ്റ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെയും ബാധിക്കുന്നുണ്ട്. ദശാബ്ദങ്ങളിലായി സുരക്ഷ, അവസരങ്ങൾ, മികച്ച സ്ഥാപനങ്ങൾ എന്നിവ കാരണം പല വിദ്യാർത്ഥികളുടെയും ഇഷ്ടരാജ്യമായിരുന്നു കാനഡ. എന്നാൽ നിലവിലെ കണക്കുകൾ വലിയ മാറ്റമാണ് കാണിക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ കാനഡയ്ക്കുള്ള മുൻഗണന 2022 18% 2024 വെറും 9% കുറഞ്ഞു. അതേസമയം ജർമ്മനി ഇപ്പോൾ 35% മുൻഗണനയുമായി 1ാം സ്ഥാനത്തെത്തി. കൂടാതെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ തടസ്സങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. വിയൻ എക്സ്പ്രസ് പറയുന്നതനുസരിച്ച് കാനഡ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സാമ്പത്തിക രേഖയുടെ മിനിമം തുക 20,635 കനേഡിയൻ ഡോളറാക്കി ഇരട്ടിയാക്കി. അതേസമയം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള തൊഴിൽ നിയമങ്ങളും കൂടുതൽ കർശനമാക്കി. 2025 4.37 ലക്ഷം പഠന അനുമതികൾ മാത്രമേ നൽകാൻ കാനഡ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് 2024 ഏകദേശം 10% കുറവാണ്.